തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, സ്കോട്ട്ലൻഡിലെ ഒരു യുവാവായ പാസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വായിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലഘട്ടം, വളരെ വേദനാജനകമായ ദിവസങ്ങൾ. ഒരു അഭിനന്ദനത്തിൻ്റെ ഒരു വാക്കുപോലും ഒരാളിൽ നിന്നും കിട്ടുന്നില്ല. കൂടെയുള്ളവരും കൂടെയുള്ള സഭയിൽപ്പെട്ടവരുമെല്ലാം കുറ്റപ്പെടുത്തലുകൾ മാത്രം. ഒരു പുതിയ ആളെപ്പോലും സഭയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വല്ലാത്ത നിരാശയുടെ ഒരു സമയം. ഒരു ദിവസം ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ ഇടയ്ക്ക് പ്രസംഗത്തിന് ശേഷം സ്തോത്രക്കാഴ്ച എടുക്കുന്ന സമയം. ആ സമയത്ത് സ്തോത്രക്കാഴ്ചയുടെ പാത്രം കയ്യിലെടുത്തിട്ട് നടുക്കോട്ട് മാറ്റി ആ പാത്രം വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവായ ഒരാൾ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നു. സ്തോത്രക്കാഴ്ച എടുക്കുന്ന പാത്രത്തിലേക്ക്, പൈസ ഇടേണ്ട പാത്രത്തിലേക്ക് അയാൾ തന്നെ കയറി നിന്നു. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ ശാസിച്ചു. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? നിനക്ക് ഇറങ്ങിയിട്ട് സൈഡിലേക്ക് മാറി നിന്നുകൂടെ? അവരെല്ലാവരും അദ്ദേഹത്തെ ശാസിച്ചപ്പോൾ ആ യുവാവായ, ആ ചെറുപ്പക്കാരനായ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഈ പാസ്റ്ററിൻ്റെ ജീവിതവും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ എന്നെ തന്നെ നൽകുന്നു. പ്രിയമുള്ളവരെ, പാത്രത്തിൽ കയറി നിന്ന ആ ചെറുപ്പക്കാരൻ പിന്നീട് ലോകമറിയുന്ന വലിയൊരു മിഷണറിയായി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി വെക്കേണ്ട മിഷൻ അനുഭവങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങിയത് ഈ ചെറുപ്പക്കാരനാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യുവാവായ പാസ്റ്ററുടെ വേദനാജനകമായ നിമിഷങ്ങളിൽ അദ്ദേഹം ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റി. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. മദർ തെരേസ പറയുന്നൊരു വാക്കുണ്ട്, വിജയിക്കുക എന്നുള്ളതല്ല പ്രധാനം, വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏൽപ്പിച്ച കർമ്മം അതെത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ നന്നായി ചെയ്യുക, കർമ്മം ചെയ്യുക, ഫലം നോക്കണ്ട. ഫലം ദൈവമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഫലം കാണാൻ കഴിയുന്നില്ലെങ്കിലും സങ്കടപ്പെടേണ്ട, ചെയ്തുകൊണ്ടേയിരിക്കുക, വിശ്വസ്തരായിരിക്കുക. ദൈവം തൻ്റെ സമയത്ത് നമുക്ക് ഫലം നൽകും. അതുകൊണ്ട് നമുക്ക് ഫലം നോക്കാതെ കർമ്മം ചെയ്യുന്ന വിശ്വസ്തരായി മാറാം. എല്ലാവർക്കും നന്ദി.